കേരള PSC 2020 സെപ്റ്റംബർ 4-ാം തീയതി നടത്തിയ പോലീസ് കോൺസ്റ്റബിൾ എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ കോഡ് 18/2020. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ നോക്കുന്ന ചോദ്യപേപ്പർ ക്വസ്റ്റ്യൻ കോഡ് 18/2020 ആണ്. പോലീസ് കോൺസ്റ്റബിളിൻ്റെ ചോദ്യപേപ്പറാണ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ജെ മേഴ്സിക്കുട്ടിയമ്മ. കേരളത്തിലെ നിലവിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്ന സംഘസാഹിത്യ കൃതികളിൽ വ്യാകരണ ഗ്രന്ഥമായി പരിഗണിക്കുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ സി തോൽക്കാപ്യം. തന്നിരിക്കുന്ന സംഘസാഹിത്യ കൃതികളിൽ വ്യാകരണ ഗ്രന്ഥമായി പരിഗണിക്കുന്നത് തോൽക്കാപ്യം. മൂന്നാമത്തത്, പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല. ആൻസർ ഓപ്ഷൻ ഡി വയനാട്. ഒരുപാട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായാണ് കുമ്മനം രാജശേഖരൻ ചുമതലയേറ്റത്? ആൻസർ ഓപ്ഷൻ ബി മിസോറാം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? അഞ്ചാമത്തെ ചോദ്യം, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഓപ്ഷൻ എ 1721. ഓപ്ഷൻ ബി കിടക്കുന്ന 1741 കുളച്ചൽ യുദ്ധം നടന്ന വർഷമാണ്. ഓപ്ഷൻ ബി 1741 കുളച്ചൽ യുദ്ധം നടന്നത്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഓപ്ഷൻ എ 1721. 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആനി ബസന്റ് ആണ്. അപ്പോൾ ചോദ്യം, 1916 പാലക്കാടാണ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്നത്. പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ് ആണ്. 1916 INC സമ്മേളനം നടന്നത് ലക്നൌവിൽ വെച്ചാണ്. ലക്നൗ INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ AC മജുംദാർ ആണ്. അതാണ് PSC ഒരുപാട് ചോദിച്ചിട്ടുള്ള ചോദ്യം. 1916 INC സമ്മേളനം ലക്നൌവിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ AC മജുംദാർ. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അരയ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? അരയ സമാജ സ്ഥാപകൻ. ആൻസർ ഓപ്ഷൻ ബി പണ്ഡിറ്റ് KP കറുപ്പൻ. അരയ സമാജ സ്ഥാപകൻ പണ്ഡിറ്റ് KP കറുപ്പൻ. കേരളത്തിന്റെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. കേരളത്തിന്റെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. തിരുവിതാംകൂറും കൊച്ചിയും കൂടിച്ചേർന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷം? ഓപ്ഷൻ സി 1949 ജൂലൈ 1-ാം തീയതിയാണ് തിരുവിതാംകൂറും കൊച്ചിയും കൂടിച്ചേർന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത്. താഴെ പറയുന്നവരിൽ കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി? ആൻസർ ഓപ്ഷൻ ഡി KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് KB മേനോൻ. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് KB മേനോൻ. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ഡി KB മേനോൻ. താഴെ പറയുന്നവയിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഹീലിയമാണ്. ബാക്കി തന്നിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ്, മീതെയിൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺ CFC തുടങ്ങിയവ ഹരിതഗൃഹ വാതകങ്ങളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഇടുക്കിയാണ്. ഇടുക്കിയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്ന് ചോദിച്ചാൽ ഇരവികുളം ദേശീയോദ്യാനം. ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല. രണ്ടും ഇടുക്കിയിലാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല.
ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. ഓപ്ഷൻ സി ഗോദാവരി. നാസിക് ജില്ലയിലെ ത്രയംബകേശ്വരിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. നാസിക് ജില്ലയിലെ ത്രയംബകേശ്വരിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഗോദാവരി. ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ആൻസർ ഓപ്ഷൻ ബി. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ആൻസർ ഓപ്ഷൻ എ. ഉത്തരമഹാസമതലം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉത്തരമഹാസമതലം. ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം ഏതാണ്? ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം ഓപ്ഷൻ ബി ഭൂവൽക്കമാണ്. ഭൂവൽക്കം. ഓപ്ഷൻ ബി ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗമാണ് ഭൂവൽക്കം. അപ്പോൾ ഭൂമിയുടെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് കാമ്പാണ്. ഭൂമിയുടെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് കാമ്പ്. ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന നഗരം ഏതാണ്? ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന നഗരം തിരുവനന്തപുരം. ആൻസർ ഓപ്ഷൻ ഡി. തിരുവനന്തപുരം. ലോക കേരള സഭ ആദ്യം സമ്മേളിച്ചത് 2018 2018 ജനുവരി 12 ലോക കേരള സഭ ആദ്യ സമ്മേളനം 2018 ജനുവരി 12. കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ് ഏതാണ്? വെല്ലിംഗ്ടൺ ഐലൻഡ് ആണ്. കേരളത്തിന്റെ മനുഷ്യനിർമ്മിത ദ്വീപ് വെല്ലിംഗ്ടൺ ഐലൻഡ്. കേരളത്തിൽ സൈനിക ആവശ്യത്തിനുള്ള വിമാനത്താവളം വെല്ലിംഗ്ടൺ ആണ്. കേരളത്തിന്റെ സൈനിക ആവശ്യത്തിനുള്ള വിമാനത്താവളം വെല്ലിംഗ്ടൺ. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം രാമേശ്വരം. തമിഴ്നാട്ടിലെ രാമേശ്വരമാണ് മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം. തമിഴ്നാട്ടിലെ രാമേശ്വരം. മാരക വൈറസ് രോഗമായ നിപ്പ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത് രാജ്യത്താണ് നിപ്പ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്? ആൻസർ ഓപ്ഷൻ ബി. മലേഷ്യയിലാണ്. മലേഷ്യ. മാരക വൈറസ് രോഗമായ നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് മലേഷ്യയിലാണ്. കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തത് 2018 കോഴിക്കോട് പേരാമ്പ്രയിലാണ്. കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത വർഷം 2018. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ല. ചോദ്യം: മാരക വൈറസ് രോഗമായ നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം മലേഷ്യ. ബാലഗംഗാധര തിലകനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥം എഴുതിയ ചരിത്രകാരൻ? ഓപ്ഷൻ സി. വാലന്റൈൻ ഷിറോൾ ആണ്. ബാലഗംഗാധരനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥം എഴുതിയത് വാലന്റൈൻ ഷിറോൾ. വാലന്റൈൻ ഷിറോൾ. പ്രീവിയസ് ചോദ്യമാണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനമാണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ചോദിച്ചു കഴിഞ്ഞാൽ സുസ്ഥിര വികസനം. ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്ന ദിവസം? ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 2-ാം തീയതിയാണ്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2-ാം തീയതി. ലോക തണ്ണീർത്തട ദിനം 2020 തീമാണ് വെറ്റ്ലാൻഡ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. വെറ്റ്ലാൻഡ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി 2020 തീം വെറ്റ്ലാൻഡ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 2. 2019 തീം വെറ്റ്ലാൻഡ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ 2019 വെറ്റ്ലാൻഡ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, 2020 വെറ്റ്ലാൻഡ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏതാണ്? നബാർഡാണ്. നബാർഡ്. കാർഷിക വികസനത്തിനും അതുപോലെ തന്നെ ഗ്രാമീണ വികസനത്തിനും പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് നബാർഡ്. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ്? അനിമോമീറ്റർ. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ. കാറ്റിന്റെ വേഗത അളക്കുന്നത് അനിമോമീറ്റർ ആണ്. എന്നാൽ കാറ്റിന്റെ ഗതി അളക്കുന്ന ഉപകരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ വിൻഡ് വെയിൻ ആണ്.
ശ്രദ്ധിക്കുക, കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം അനിമോമീറ്റർ. കാറ്റിന്റെ ഗതി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓപ്ഷൻ എ വിൻഡ് വെയിൻ. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം ഏതാണ്? കാർട്ടോസാറ്റ് 2. ISROയുടെ 100ാമത്തെ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 2. കാർട്ടോസാറ്റ് 2 ISROയുടെ 100ാമത്തെ ഉപഗ്രഹം. ലക്ഷദ്വീപിന്റെ നീതിന്യായ അധികാരം ഏത് ഹൈക്കോടതിയുടെ കീഴിലാണ്? ആൻസർ ഓപ്ഷൻ ഡി കേരളമാണ്. കേരള. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ അറിയപ്പെടുന്നത്? രാജ്യസഭ. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ അറിയപ്പെടുന്നത് രാജ്യസഭ. ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ? ഓപ്ഷൻ ഡി ഗവർണറാണ്. ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവർണർ. ഗവർണറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 153, ആർട്ടിക്കിൾ 153. ഗവർണറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 153, ആർട്ടിക്കിൾ 153. ലോക്സഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം ഏതാണ്? ഓപ്ഷൻ ബി ജൂലൈ ആണ്. ലോക്സഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്നത് ജൂലൈ മാസത്തിലാണ്. ബജറ്റ് സമ്മേളനം ഫെബ്രുവരി മെയ് മാസം, മൺസൂൺ സമ്മേളനം ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ, ശീതകാല സമ്മേളനം നവംബർ ഡിസംബർ മാസങ്ങളിലുമായിട്ടാണ് തുടങ്ങുന്നത്. ലോക്സഭയുടെ മൺസൂൺ സമ്മേളനം നടക്കുന്നതാണ് ചോദ്യം. ജൂലൈ മാസമാണ്. അപ്പോൾ മൺസൂൺ സമ്മേളനത്തിൻ്റെ ആ ഒരു കാലാവധി എന്ന് പറയുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് മൺസൂൺ സമ്മേളനം സാധാരണ നടത്താറ്. ബജറ്റ് സമ്മേളനമാണെങ്കിൽ ഫെബ്രുവരി മുതൽ മെയ് മാസങ്ങൾ ആ ഒരു പീരീഡിലാണ് ബജറ്റ് സമ്മേളനം നടത്തുന്നത്. ശീതകാല സമ്മേളനം നവംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലാണ് ശീതകാല സമ്മേളനം നടക്കുന്നത്. പന്മന ആശ്രമം താഴെ പറയുന്ന ആരുമായി ബന്ധപ്പെട്ടതാണ്? പന്മന ആശ്രമം ആരുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? കെ കേളപ്പൻ. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്? ഓപ്ഷൻ സി 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. 8 സംസ്ഥാനങ്ങൾ. ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 29. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രിലിമിനറിയുടെ സിലബസിൽ 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. നിലവിൽ വന്ന ചോദ്യം എപ്പോഴും ചോദിക്കുന്നതാണ്. PSCയുടെ ഒരു ഇഷ്ടപ്പെട്ട ചോദ്യമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ, ന്യൂഡൽഹിയിലാണ് മാനവ് അധികാർ ഭവൻ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്? സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി സംസ്ഥാന ഗവർണറാണ്. വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവർണറാണ്. സംസ്ഥാന ഗവർണറാണ് വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ കൻവർ സിംഗ് ആണ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ കൻവർ സിംഗ്. ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകും എന്ന കാരണത്താൽ സുപ്രീം കോടതി അടുത്തിടെ നീക്കം ചെയ്ത വിവര സാങ്കേതിക വിദ്യ നിയമത്തിലെ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 66A ആണ്. ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകും എന്ന കാരണത്താൽ സുപ്രീം കോടതി നീക്കം ചെയ്ത വിവര സാങ്കേതിക വിദ്യ നിയമത്തിലെ വകുപ്പാണ് 66A. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി 2015 IT ആക്ട് 66A വകുപ്പിനൊപ്പം നീക്കം ചെയ്ത എടുത്തുകളഞ്ഞ പോലീസ് ആക്ട് ആണ് 118D.
അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കുക. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 2015 IT ആക്ട് 66A നീക്കം ചെയ്തപ്പോൾ 66A വകുപ്പിനൊപ്പം നീക്കം ചെയ്ത പോലീസ് ആക്ട് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 118D ആണ്. 118D. ആ 118 വകുപ്പിലാണ് ഇപ്പോൾ പുതിയതായിട്ട് ഭേദഗതി, അത് കറണ്ട് അഫെയറിൽ വരുന്ന ചോദ്യമാണ്. 118 വകുപ്പിലാണ് പുതിയതായിട്ട് ഭേദഗതി കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അന്നേരം അത് കറണ്ട് അഫെയറിൽ പഠിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, പാലസ്തീൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. പാലസ്തീൻ സന്ദർശിച്ചത് നരേന്ദ്രമോദി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി പാലസ്തീൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. കേരള മീഡിയ അക്കാദമിയുടെ പ്രഥമ ലോക പ്രസ് ഫോട്ടോഗ്രാഫർ പ്രൈസ് സ്വീകരിക്കാനായി ഈയിടെ കേരളത്തിലെത്തിയ ലോക പ്രശസ്ത ഫോട്ടോഗ്രാഫറാണ്. ഓപ്ഷൻ ബി നിക്കുട്ട്. ISROയുടെ നിലവിലെ ചെയർമാൻ. ഓപ്ഷൻ സി കെ ശിവൻ. 2017 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. 17 എഴുത്തച്ഛൻ പുരസ്കാരം. ആൻസർ ഓപ്ഷൻ എ കെ സച്ചിദാനന്ദനാണ് 2017 നേടിയത്. 2018 M മുകുന്ദൻ. അപ്പോൾ 2020 PSC നടത്തിയ ഈ വർഷം നടത്തിയ ചോദ്യത്തിൽ 2017 എഴുത്തച്ഛൻ അവാർഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 17, 18, 19 എല്ലാം നോക്കേണ്ടിയിരിക്കുന്നു. 2018 എഴുത്തച്ഛൻ അവാർഡ് നേടിയ വ്യക്തിയാണ് M മുകുന്ദൻ. 2019 P സച്ചിദാനന്ദനാണ്. തെറ്റിപ്പോകരുത്. 2017 K സച്ചിദാനന്ദൻ, 2019 ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന P സച്ചിദാനന്ദനാണ് 2019. കൂടുതൽ പ്രോബബിലിറ്റി 2019 ചോദിക്കാനാണ്. 2019 എഴുത്തച്ഛൻ പുരസ്കാരം P സച്ചിദാനന്ദൻ. 2017 G20 ഉച്ചകോടി വേദിയായ രാജ്യം ഏതാണ്? 2017 വേദിയാണ് ചോദിച്ചിരിക്കുന്നത്. 17 വേദി ജർമ്മനിയാണ്. ജർമ്മനി. 2017 വേദി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ജർമ്മനി. 2017 വേദി ഓപ്ഷൻ ഡി ജർമ്മനിയാണ്. 2017 G20 ഉച്ചകോടി വേദി. അപ്പോൾ 2018 അർജന്റീനയിലെ ബ്യൂണസ് ഐറസിൽ വെച്ചാണ് G20 ഉച്ചകോടി നടന്നത്. 2019 ജപ്പാനിലെ ഒസാക്ക. 2020 ഈ വർഷം സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ച്. ഇനി 2021 നടക്കുന്നത് ഇറ്റലിയിൽ വെച്ചും. 2022 G20 വേദി ഇന്ത്യ. 2022 G20 ഉച്ചകോടി വേദി ഇന്ത്യ. 2022 വർഷം ഓർത്തു വെക്കുക. 2022 G20 ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചാണ്. ഒന്നും കൂടി 2017 G20 ഉച്ചകോടി വേദി ചോദിച്ചു, ജർമ്മനി. 2018 അർജന്റീനയിലെ ബ്യൂണസ് ഐറസ്. 2019 G20 ഉച്ചകോടി വേദി ജപ്പാനിലെ ഒസാക്ക. 2020 റിയാദ്. 2021 ഇറ്റലി. 2022 ഇന്ത്യ. ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? വൃക്ക. ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്ക. താഴെ പറയുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ഡിഫ്തീരിയ. താഴെ പറയുന്നതിൽ വൈറസ് രോഗം അല്ലാത്തത് ഡിഫ്തീരിയ. നെല്ലിന്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ. നെല്ലിന്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ്. ഓപ്ഷൻ ഡി ഐസക് ന്യൂട്ടൺ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ റൗണ്ടിൽ കളിക്കുന്ന ടീമുകളുടെ എണ്ണം. ഓപ്ഷൻ ബി 32. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല. ഓപ്ഷൻ ബി വയനാട്. പാരദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ ഒഡീഷ. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി മുഴുപ്പിലങ്ങാട്. കിതാബുൾ റഹ്ല ആരുടെ പ്രശസ്തമായ യാത്രാ വിവരണമാണ്? കിതാബുൾ റഹ്ല. കിതാബുൾ റഹ്ല. ഓപ്ഷൻ സി ഇബിൻ ബത്തൂത. ഇബിൻ ബത്തൂത. ഇബിൻ ബത്തൂതയുടെ പ്രശസ്തമായ യാത്രാ വിവരണം കിതാബുൾ റഹ്ല. കിതാബുൾ റഹ്ല. കഴിഞ്ഞ വർഷം ഹിതപരിശോധന നടത്തിയ കാറ്റലോണിയ ഏത് രാജ്യത്തിന്റെ ഭാഗമായ പ്രദേശമാണ്? കാറ്റലോണിയ. ഓപ്ഷൻ ഡി സ്പെയിൻ. സ്പെയിൻ. ഇന്ത്യയുടെ നിലവിലെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഓപ്ഷൻ സി വെങ്കയ്യ നായിഡു. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം. ഓപ്ഷൻ എ 20. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. കേരളത്തിലെ രാജ്യസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 9. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20.
ഏത് സിനിമയിലെ ഗാനം ആലപിച്ചതിനാണ് 65ാമത് ദേശീയ പുരസ്കാരത്തിൽ മികച്ച ഗായകനുള്ള അവാർഡ് യേശുദാസിന് ലഭിച്ചത്? ഓപ്ഷൻ എ വിശ്വാസപൂർവം മൻസൂർ. കേന്ദ്ര സർക്കാർ രൂപം നൽകിയ 15ാം ധനകാര്യ കമ്മീഷന്റെ തലവൻ? ഓപ്ഷൻ സി NK സിംഗ്. താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ പെടാത്തത് ഏതാണ്? നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ ഡി പന്നിയൂർ ആണ്. പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രമാണ്. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. ഗ്രാമീണ ശുദ്ധജല ലഭ്യത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി സ്വജൽധാര പദ്ധതിയാണ്. ഗ്രാമീണ ശുദ്ധജല ലഭ്യത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി സ്വജൽധാര. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ഓപ്ഷൻ എ ന്യൂട്രോൺ. ആറ്റത്തിൽ ചാർജ് ഇല്ലാത്ത കണം ചോദിച്ചാൽ ന്യൂട്രോൺ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ളത് പ്രോട്ടോൺ. ആറ്റത്തിൽ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ. നീതി ആയോഗിന്റെ ആദ്യ ചെയർമാനാണ്? ഓപ്ഷൻ ബി നരേന്ദ്രമോദി. നീതി ആയോഗിന്റെ ആദ്യ ചെയർമാനാണ് നരേന്ദ്രമോദി. സോ നമ്മൾ GK പാർട്ടാണ് നോക്കിയത്. പ്രിലിമിനറി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങളാണ്. 2020 സെപ്റ്റംബർ മാസം നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻസ് ആഡ് ചെയ്യുക. ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്